ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് തെക്കായാണ് ഇന്നലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. തെക്കൻ ഗുജറാത്ത് മുതൽ വടക്കൻ കേരളതീരം വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്താൽ കേരളത്തിൽ കനത്ത മഴ തുടരും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും തുടരും. ഇന്നലെ ശക്തമായ കാറ്റിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ മധ്യപടിഞ്ഞാറ് ഭാഗത്തായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗങ്ങൾ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഒഡീഷയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ ന്യൂനമർദ്ദം ദുർബലമായതിനുശേഷം ജൂലൈ 19 വെള്ളിയാഴ്ചയോടെ വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത്. ഇതിന്റെ ഫലമായി ഈ സമയത്ത് അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തന്നെ തുടരാനും കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. വെള്ളിയോടെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തിയാർജിച്ച് വടക്കോട്ട് സഞ്ചരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പറയുന്നു. ഇവയ്ക്ക് പുറമെ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാനിരിക്കുകയാണെന്നും ഇവയും സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകാൻ കാരണമാകുമെന്നു മെറ്റ്വീറ്റ് വെതർ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.